അതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കിബർ എന്ന് പറയുന്ന മഹാരോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ട്യൂമറും ക്യാൻസറൊക്കെ വന്നാലും മരിക്കേ ചെയ്യാം. വേറെന്താ സംഭവിക്കുക? മരിക്കും. കൂടിപ്പോയാൽ ലാസ്റ്റ് സ്റ്റേജിൽ മരിക്കും, അല്ലേ? അതെ. എന്നാൽ ക്യാൻസർ വന്നാൽ മരിക്കും എന്നാണെങ്കിൽ കിബർ വന്നാൽ എന്താവല്? ചത്തുപോകും. അവന്റെ ഹൃദയം അങ്ങ് മരിച്ചു. അങ്ങനെ ആയാൽ കിബർ എന്ന് പറയുന്ന രോഗത്തിന്റെ കാരണം കൊണ്ട് അയാൾക്ക് ഈമാൻ തന്നെ നഷ്ടപ്പെടുന്ന, ഈമാൻ ഇല്ലാതെ മരിച്ചു പോകുന്ന 8 തെറ്റുകുറ്റങ്ങളെ വളരെ ഗഹനമായി വിശദീകരിക്കുന്നുണ്ട് ദഖീറത്തുൽ ഖൈർ എന്ന കിതാബിൽ. അതിൽ ഒരു തെറ്റ് പറയണത് അൽ കിബ്റു, കിബർ എന്ന രോഗം. 80,000 കൊല്ലം ഇബ്ലീസിന് ഇബാദത്തുണ്ടായിരുന്നു. അത് മുഴുവൻ ബാത്തിലായതും നഷ്ടപ്പെട്ടതും കാലാകാലം ശപിക്കപ്പെട്ടവനായി വിലയിരുത്തപ്പെടുന്നതും കിബർ എന്ന രോഗം കൊണ്ടാണ്. കിബറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അണുമണി തൂക്കം കിബറിന്റെ ഒരംശം ഒരാളുടെ ഖൽബിൽ ഉണ്ടെങ്കിൽ മിസ്കാല ദർറത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണിയുടെ അത്ര കിബർ ഒരാളുടെ ഖൽബിൽ ഉണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലെത്തൂലെന്ന് സ്വർഗ്ഗം ഉണ്ടെന്ന് പഠിപ്പിച്ച മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഓരോരുത്തരും പേടിക്കേണ്ടതാണ്, നമുക്ക് കിബറുണ്ടോ 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 എന്ന്. മഹാന്മാരൊക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരു രോഗം കൂടിയാണ്. അവർക്ക് കിബർ ഇല്ല, എന്നിട്ടും അവര് പേടിക്കുകയാണ്. അവര് താഴ്മയുടെ മകുടോദാഹരണങ്ങളാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികവും പറയുന്ന ഒരു വർത്താനാണ്, വദിത്തു അന്നി ശഅറതൻ ഫീ സ്വദരി മുഅ്മിൻ. ഏതെങ്കിലും ഒരു മുഅ്മിന്റെ ഹൃദയത്തിലെ ഒരു രോമമായിരുന്നുവെങ്കിൽ ആ മുഅ്മിനായ മനുഷ്യൻ സ്വർഗത്തിലെത്തുമ്പോ ഈ അബൂബക്കർ ഒന്ന് കഴിച്ചിലാവായിരുന്നു. ആരാ പറയുന്നു നോക്കിയേ? ലോകത്തെല്ലാ നന്മകളും മേളിച്ച ഔലിയാക്കളുടെ ലീഡറാണ് ഈ പറയണത്. ലോകത്ത് 360 നന്മയുണ്ട്. ഏതെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ സിദ്ദീഖ് അങ്ങടെ ചോദ്യത്തിന്റെ താഴ്മ കണ്ടില്ലേ? അഫി യഖസ്ലത്തുൻ വാഹിദ, ഈ അബൂബക്കറിന് എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടാൻ ഒന്നെങ്കിലും ഉണ്ടോ നബിയേ? മോനെ കുറിച്ച് ഇവിടെ ചർച്ചയില്ലല്ലോ മോനെ, മോനിക്ക് 360 ഉണ്ട് എന്ന്. ആ സിദ്ദീഖങ്ങളാ പറയണത്, ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ നെഞ്ചിലെ ഒരു രോമായിരുന്നുവെങ്കിൽ ഈ അബൂബക്കർ ഒന്ന് രക്ഷപ്പെടാമായിരുന്നു. ഇതാണ് ഒറിജിനൽ മുഅ്മിനീങ്ങളുടെ ഖൽബ്. അവര് താണ് അവർ താവേണ്ടടുത്ത് അവരുടെ ഹൃദയം ശുദ്ധിയാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഉമർ റളിയല്ലാഹുവിന്റെ വർത്താനം എന്താ? വദിത്തു അന്നി ശഅറതൻ ഫീ സ്വദരി അബീബക്കർ, അബൂബക്കർ തങ്ങളെ നെഞ്ചിലെ ഒരു രോമായിരുന്നുവെങ്കിൽ സിദ്ദീഖ് തങ്ങൾ എന്തായാലും സ്വർഗത്തിൽ പോകുമ്പോ ഉമറും ഒന്ന് കഴിച്ചിലാവുമായിരുന്നു എന്നാണ് ഉമർ തങ്ങൾ പറയണത്. വഫാത്തിന്റെ നേരത്ത് ശത്രുവിന്റെ കുത്തേറ്റ് സുബഹി നിസ്കാരത്തിനിടയിൽ മറിഞ്ഞു വീണ് ബ്ലഡ് ഒലിച്ച് കുടിക്കാൻ കൊടുക്കുന്ന പാല് കുത്തേറ്റ സ്ഥലത്തെ ദ്വാരത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുമ്പോഴും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിചാരം എന്തായിരുന്നു? മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോനെന്ന് ഹുദൈഫത്തുൽ യമാനിയെ വിളിക്കണം. ഹുദൈഫ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് കുറെ രഹസ്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സ്വഹാബിയായി ചമഞ്ഞ് നടക്കുന്ന, സ്വഹാബിയാണെന്ന വ്യാജേന നടക്കുന്ന കുറെ മുനാഫിഖീങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞതായി എനിക്ക് റിപ്പോർട്ടുണ്ട്. ഉണ്ടല്ലോ, ആ ലിസ്റ്റ് നിങ്ങളുടെ അടുത്തില്ലേ? ഉണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കുമോ? അതെന്തിനാ നിങ്ങൾ വഫാത്താവുമ്പോൾ ഇവിടെ ആരൊക്കെ മുനാഫിഖീങ്ങൾ ഉണ്ട് നോക്കുന്നു? ആരെങ്കിലും മുനാഫിഖാണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഉമർ ഇബ്നുൽ ഖത്താബ് മുനാഫിഖായി പോയിട്ടുണ്ടോ എന്ന് ആ ലിസ്റ്റ് ചെക്ക് ചെയ്യാവോ? പൊട്ടി കരഞ്ഞുപോയി ഹുദൈഫ തങ്ങൾ. എന്താ ഉമർ തങ്ങളെ ഈ പറയണത്? നിങ്ങളല്ലേ ഈമാനിന്റെ പടവാൾ. നിങ്ങൾ പ്രവേശിച്ച ഒരു സ്ഥലത്ത് പിശാചിന് എൻട്രി ഉണ്ടോ? സിറാജു അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ വിളക്കുമാടമല്ലേ നിങ്ങൾ? എന്താ പറയണത്? ഇല്ല. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു എന്താ പ്രതികരിക്കുന്നറിയോ? ഹദ്ദിദിന്നറിയാ ഹുദൈഫ, ഹുദൈഫ ശരിക്കൊന്ന് നോക്കൂ, അഥവാ ഞാനുണ്ടെങ്കിലോ. നമ്മളൊക്കെ ആലോചിക്കേണ്ടതാ, ഞാൻ ഫോട്ടോന്റെ ആളാവുന്നുണ്ടോ? ഞാൻ ഉസ്താമാരുടെ മുമ്പിൽ വലിയ ആളാവാൻ കളിക്കുന്നതാണോ?
അല്ല ഞാൻ വേറെന്തെങ്കിലും സംഭവമാണോ, എനിക്കൊരു തക്കാഫുല ഏറ്റെടുക്കാൻ കഴിവുള്ളതുകൊണ്ടാണോ ഈ കളിക്കണത് എന്നൊരു തോന്നൽ നമുക്ക് വന്നുപോയാൽ ശരിക്കും നോക്കുമോനെ ഹുദൈഫ, ഈ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. കിബറിന്റെ ഒരണുമണി തൂക്കം നമ്മുടെ ഖൽബിൽ വന്നു പോകാൻ പാടില്ല. ശരീരത്തിന് എത്ര രോഗം വന്നാലും അള്ളാന്റെ വെറുപ്പുണ്ടാവില്ല, അള്ളാഹ്ക്ക് ഇഷ്ടം കൂടിയേ ചെയ്യുള്ളൂ. അള്ളാഹ്ക്ക് ഇഷ്ടം ഉണ്ടാവുമ്പോഴാണ് രോഗങ്ങളും പരീക്ഷണങ്ങളൊക്കെ കൂടുതൽ തരിക. അശദ്ദുൽ ബലാഗ് ആയിരിക്കാണ്? അമ്പിയാക്കൾക്കാണ്. ഫല്ലംസലു, പിന്നെ അമ്പിയാക്കളോട് ചേർന്ന് നിൽക്കുന്ന ഔലിയാക്കൾക്കാണ്. എന്തെല്ലാം രോഗങ്ങൾ അമ്പിയാക്കൾക്ക് വന്നിട്ടുണ്ട്. ദാരിദ്ര്യം കൊണ്ട് തിന്നാനില്ലാത്തോണ്ട്, പട്ടിണിയിലായതുകൊണ്ട് വഫാത്തായ മഹാന്മാരില്ലേ, തിന്നാനില്ലാത്തോണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് എന്തെല്ലാം രോഗങ്ങൾ വന്നിട്ടുണ്ട്. ഈ തൊലിയുടെയും എല്ലിന്റെയും ഇടയിൽ സഹിക്കാനാവാത്ത വേദന ഉണ്ടായിട്ടുണ്ട് അയ്യൂബ് നബി. കഥാപ്രസംഗത്തിൽ പറയണ പോലെ കുറെ പുണ്ണുകൾ വന്നു, വെറുക്കപ്പെടുന്ന രോഗങ്ങൾ വന്നു എന്നുള്ളത് ശരിയല്ല. അങ്ങനെ ഒരു കഥ അയ്യൂബ് നബിയുടെ പേരിൽ പറയാൻ പാടില്ല. അങ്ങനെ ഒരു നബിക്കും വെറുക്കപ്പെടുന്ന രോഗങ്ങൾ ഉണ്ടാവുകയും ഇല്ല. അയ്യൂബ് നബിയെ കുറിച്ച് അങ്ങനെ പറയുന്ന കഥകൾ മുഴുവനും കെട്ടുകഥകളാണ്, ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്, ഫിക്ഷൻസ് ആണ്, ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ പറയാനും പറ്റൂല. അതെങ്ങനെ ഒരു നബിക്ക് ഉണ്ടാവില്ല? കാര്യമായിട്ട് നബിയെ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ഒരാൾ വന്നു. അപ്പൊ അയാൾ പറയാ എനിക്ക് മണക്കുന്ന നാർന്ന് എന്നിട്ട് തിരിച്ചു പോവുക. ഇങ്ങനെ ഒരു നബിക്ക് ഉണ്ടാവോ? എങ്ങനെ ഉണ്ടാവാനാ? അതെങ്ങനെ ഉണ്ടാവാനാ? തുഹ്ഫത്തുൽ മുരീദ് അലാ ശർഹി അലാ ജൗഹറത്തുൽ തൗഹീദ്, ഇമാം ബാജൂരിയുടെ ഗ്രന്ഥം. അതുപോലെ ജൗഹറത്തുൽ തൗഹീദിനെ സ്വാവി ഇമാം എഴുതിയ വ്യാഖ്യാനം, തുഹ്ഫത്തുൽ മുഹ്താജിന്റെ തുടക്കം, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ച് നോക്കിയാൽ, വിശദമായി നോക്കിയാൽ ഈ കാര്യം ബോധ്യപ്പെടും. എന്റെ വിഷയം അതല്ല. ശരീരത്തിന് എത്ര രോഗം വന്നാലും ആഖിറത്തിൽ കുടുങ്ങാന്ന് പോകുന്നില്ല. കുടുങ്ങുമോ? ഇല്ല. ആക്സിഡന്റ് ആയി മരിച്ചു എന്നുള്ളത് ആക്കിബത്ത് മോശമായി എന്നുള്ളതിന്റെ അടയാളാണോ? അല്ല. അങ്ങനെ ആര് പറഞ്ഞു? അങ്ങനെ അല്ല. പിന്നെന്താ? നമ്മുടെ ഹൃദയത്തിന് ഒരു രോഗവും വരാൻ പാടില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒരു പൊടി രോഗം ഖൽബിൽ, ഒരു രോഗവും നമുക്ക് വരാൻ പാടില്ല. അങ്ങനെ രോഗമുള്ള ഖൽബുമായി എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് അല്ലാഹു പറയുന്നുണ്ട്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. നിങ്ങളുടെ സമ്പത്തും മക്കളൊന്നും ഉപകാരപ്പെടാത്തൊരു ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒരു രോഗവും ഇല്ലാതെ എൻ്റെ അടുത്തേക്ക് വരണം. കിബർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്ന ചില അടയാളങ്ങളുണ്ട്. ഒന്ന്, ആരെങ്കിലൊക്കെ ഉപദേശിച്ചാൽ അയാൾക്ക് മനസ്സിനൊരു വെറുപ്പ് വരിക. ആരുപദേശിച്ചാല്? മുദരിസ് ഉസ്താദല്ല, സീനിയറായ മുത്തല്ലിമല്ല, ജൂനിയറോ സമകാലികരോ ആരെങ്കിലൊക്കെ ഉപദേശിച്ചു, അപ്പൊ നമുക്കൊരു ഒരു അസ്വസ്ഥത, നീ ആരോ പറയാന്നുള്ള ഒരു ചിന്ത അതുണ്ടെങ്കിൽ അത് കിബറിന്റെ അടയാളമാണ്. അയാൾ ആരാ അത് പറയാൻ എന്ന് ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അത് കിബറിന്റെ അടയാളമാണ്. കൂട്ടുകാരെ, നമുക്കത് തോന്നാറില്ലേ? ഞാൻ ഓതിയ ഒരായത്തിൽ ഒരു തെറ്റുണ്ടെന്ന് കരുതുക. ഒരു മുത്തല്ലിമായ മോന് വന്നിട്ട് പ്രഭാഷണം കഴിഞ്ഞ് പോകുമ്പോൾ ഉസ്താദിനോട് ഒരു കാര്യം പറഞ്ഞ വിഷമമോ? ഇല്ലല്ലോ മോനെ, ഉസ്താദ് ഓതിയ ആയത്തിൽ തെറ്റുണ്ട്. അപ്പൊ ഞാൻ ഇല്ലല്ലോ, ഒരു സാധ്യതയും ഇല്ലല്ലോ. ഉണ്ട് ഉസ്താദേ, നിങ്ങൾക്ക് തോന്നിയായിരിക്കും. കണ്ട, സമ്മതിക്കൂല. എന്നാലും ഉസ്താദ് ഓതിയ ഒരു ആയത്തില്ലേ, ഇങ്ങനെ തെറ്റുണ്ടല്ലോ, കേട്ടത് മാറിയതായിരിക്കും. കണ്ടോ മായ, എങ്ങനെ നമ്മൾ അനുസരിക്കുന്നില്ല. ശരിക്ക് ഗസാലി ഇമാം പറയേണ്ടത് രണ്ട് കാര്യമാണ് ആ തിരുത്തി തന്നാളോട് നമ്മൾ പറയേണ്ടത്. ഒന്ന്, ജസാക്കല്ലാഹു ഖൈർ, മോനിക്ക് അല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ. രണ്ട്, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, മോനത് പറഞ്ഞോണ്ട് ഇനിയുള്ള സംസാരത്തിലൊക്കെ അത് ശ്രദ്ധിക്കാലോ. ശരിക്കും അങ്ങനെയാ പറയേണ്ടത്. എന്തിനാ നമുക്ക് ജാടയൊക്കെ? എന്തിനാണ് ജാട? അവിടെ ആ കുട്ടികൾ കളിക്കുന്നിടത്ത് കുറച്ച് ശബ്ദം കുറച്ചിട്ട് കളിക്കാൻ പറഞ്ഞാൽ നന്നാവും. അപ്പൊ പറഞ്ഞു വന്നതേ, ഒന്നാമത്തെ ഒരു അടയാളം അതാണ്, കിബറിന്റെ അടയാളം. ഉപദേശം കൊടുത്താൽ സ്വീകരിക്കൂല. രണ്ടാമത്തെ അടയാളം,
വീട്ടു ജോലി ചെയ്യാൻ ഒരാൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ അത് കിബറിന്റെ അടയാളം. അത്ര ഞാനോ ബാത്റൂം കഴുകാനാ നീ എന്താ പറയുന്നടി ഭാര്യനോട്? അല്ല എനിക്ക് തീരെ വയ്യ നാട്ടു, തീരെ കഴിയുന്നില്ല, ഒന്നും ആക്കണ്ട, നിങ്ങൾ ആ പമ്പേഴ്സ് ഒന്ന് ആ ബാത്റൂം ഒന്ന് മാറ്റിയാൽ മതി, ആരല്ലോ ഗസ്റ്റ് വരുന്നു. അതന്നെ പറയുന്നത്. നിബിതങ്ങൾ എടുക്കാത്ത എന്തെങ്കിലും പണിയുണ്ടോ വീട്ടില്? ആയിഷുമ്മ എന്താ പറയണത്? അടുക്കള പണിയിൽ സഹായിക്കും, പാത്രം കഴുകിത്തരും, വീടടിച്ചു വാരിത്തരും, ചെരുപ്പ് ശരിയാക്കും, ബക്കറ്റ് ശരിയാക്കും, എനിക്ക് പാല് കിട്ടാൻ ആട് കറന്നു തരും, ഞാൻ കുടിച്ച ബാക്കി കുടിക്കും, അവിടുന്ന് ഞാൻ തിന്ന മാംസ കഷ്ണം എടുത്തിട്ട് ഞാൻ പല്ലു വെച്ച അതേ സ്ഥലത്ത് തന്നെ പല്ലു വെച്ചിട്ട് തിന്നു, ഞാൻ എവിടെങ്കിലും ഇരുന്നാലും എന്നെ ചാരിയിരിക്കും. സൊഫിയ ബീവി പറയണ്ടല്ലോ, ഒരു ദിവസം എനിക്ക് ഒട്ടകത്തിന്റെ മേലെ കയറാൻ കഴിയുന്നില്ല, ഒട്ടകം വലുതാണ്, സൊഫിയ ബീവി കുറച്ച് നീളം കുറഞ്ഞിട്ടുണ്ട്, കയറാൻ പറ്റുന്നില്ല. തങ്ങൾ എന്താ ചെയ്യുന്നോ, കാല് നീട്ടിയിട്ട് പറഞ്ഞ് എൻ്റെ കാല് കോണിപ്പടിയാക്കിയിട്ട് അതിൽ ചവിട്ടിയിട്ട് കയറിക്കോളിന്ന്. ആര്? സിദറത്തുൽ മുന്തഹ വരെ പോയിട്ട് വന്ന നേതാവ്, ലോകം മുഴുവൻ കണ്ട നേതാവ്. ഭാര്യക്ക് സ്റ്റെപ്പ് ലാഡറായിട്ട് കാല് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വീട്ടു ജോലി ചെയ്യാൻ ഒരാൾക്ക് മടി തോന്നുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കൽബിന് വലിയ പ്രശ്നമുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. വീട്ടിൽ നമ്മൾ റാങ്ക് നമ്പർ 1 ആയിരിക്കണം. ഉദാഹരണം പറഞ്ഞാല്, ഭാര്യ നമ്മളോട് പറയാണ്, ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് ഇത് നല്ല ഒരാളെ കൊണ്ട് വെള്ളം മുന്തിരിപ്പിച്ചു തരുമോ നിങ്ങള്? എനിക്കെന്തോ വയറിന് ഭയങ്കര ഗ്യാസിൻ്റെ ആണോന്ന് അറിയില്ല. നല്ല ആളെന്ന് പറഞ്ഞാൽ തങ്ങളും ഉസ്താദൊന്നും ആവണമെന്നൊന്നുമില്ല, നല്ലൊരു മനുഷ്യനാ മതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായ? നിങ്ങൾ അതിന് പറ്റൂല, നിങ്ങൾ എത്ര മണിക്കാ സുബഹിക്ക് എണീക്കലെന്ന് എനിക്കറിയാം. നമുക്കാദ്യം റാങ്ക് കിട്ടേണ്ടത് നാട്ടുകാരടുത്ത് നല്ല ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, വീട്ടുകാരടുത്ത് നിന്നാണ്. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? 300-ലധികം കിതാബ് എഴുതിയ ലോക പ്രശസ്ത പണ്ഡിതൻ, വല്ലാത്ത മുവഫഖായ നേതാവാണ്. അവിടുത്തെ ബർക്കത്തുണ്ട്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചിരുമാറാവട്ടെ. വല്ലാത്ത നേതാവാണ്, പറഞ്ഞാലും തീരാത്ത അത്രയും മഹത്വങ്ങളുള്ള ആളാണ്. അവരുടെ മഹത്വം മനസ്സിലാക്കാൻ അവര് തന്നെ എഴുതിയ അൽ മിനനുൽ കുബ്ര എന്ന ഗ്രന്ഥം നോക്കിയാൽ മതി. അതൊരു ആത്മകഥ കൂടിയാണ്. കാലാനുസൃതമായ വിവരങ്ങൾ കൈമാറാൻ വേണ്ടി മഹാന്മാര് ആത്മകഥ എഴുതാറുണ്ട്. ഉദാഹരണത്തിന് ഇമാം സഖാവി റഹിമഹുല്ലയുടെ ആത്മകഥയാണ് ഇർഷാദുൽ ഗാവി. ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലയുടെ ആത്മകഥയാണ് സബത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം. ഇമാം സുയൂത്തി റഹിമഹുല്ലയുടെ ആത്മകഥയാണ് അത്തഹദ്ദുസു ബിനിഅമത്തില്ലാ എന്ന കിതാബ്. ലത്വായിഫുൽ മിനൻ എന്ന് പറയുന്നത്, അൽ മിനൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഷാറാനി ഇമാമിന്റെ ആത്മകഥയാണ്. അങ്ങനെ അതത് കാലത്തെ മഹാന്മാർ ആത്മകഥകൾ എഴുതുമ്പോഴെല്ലാം ആ കാലത്തെ മുഅ്മിനീങ്ങൾ വിശ്വാസപൂർവ്വം അതൊക്കെ ഏറ്റെടുക്കാറുണ്ട്, വായിക്കാറുണ്ട്. അതാ നമ്മളും ചെയ്യേണ്ടത്. ആ മഹാൻ ഇത്രയെല്ലാം ഖിദ്മത്തിന് തൗഫീഖ് ഉള്ള ആളാവാനുള്ള കാരണം എന്ത് എന്നായിരിക്കും ആത്മകഥ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, ഞാൻ ഒരുപാട് സഞ്ചരിക്കാനുണ്ട് എന്ന തിരിച്ചറിവുണ്ടാവും. അങ്ങനെ ഇമാം ഷാറാനി തങ്ങൾ സ്വന്തം ജീവിതത്തിലെ ഒരു അനുഭവം നമുക്ക് പഠിപ്പിച്ചു തരാം. എന്താ പഠിപ്പിച്ചു തരുന്നറിയോ? മഹാൻ പറയാ, എന്റെ ഭാര്യക്ക് അസുഖമായി, തീരെ വയ്യ, ഒരു നിലക്കും എഴുന്നേൽക്കാനും വയ്യ, കിടത്തപ്പായിൽ തന്നെ, കാഷ്ടിക്കലും മൂത്രയിക്കലും അവിടെ തന്നെ. അപ്പോൾ മഹാൻ പറയാ, ഞാൻ എൻ്റെ ഈ 2 കൈ കൊണ്ടാണ് അത് മുഴുവനും വൃത്തിയാക്കുക. 300 കിതാബ് എഴുതിയ മഹാൻ പറയുന്ന വർത്താനം നോക്കിയേ. പച്ച മനുഷ്യനാണ് മനുഷ്യന്മാരെ. ഈ അടുത്ത് SSFന്റെ
എല്ലാ ഡിവിഷൻ നേതാക്കൾക്കും കൂടി സ്റ്റേറ്റ് കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ പൊന്നാനിയിൽ വെച്ച്. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ചെറുശോല ഉസ്താദാണ് ക്ലാസ്സിന് നേതൃത്വം നൽകിയത്. ഉസ്താദ് അന്ന് നമുക്ക് തന്നൊരു ഉപദേശമാണ്, ഭാര്യനോട് ഇടക്കിടക്കേ പൊരുത്തം വാങ്ങണം നമ്മൾ. എന്നിട്ട് ഉസ്താദിന്റെ അനുഭവം പറയാ, ഞാൻ പലപ്പോഴും എൻ്റെ ഭാര്യയോട് നീ എല്ലാം എനിക്ക് പൊരുത്തപ്പെട്ടേറണേ, ആഖിറത്തിലെത്തിയിട്ട് നിനക്ക് തരേണ്ട എന്തെങ്കിലും കടപ്പാടിൽ വീഴ്ച വന്നു പോയതിന് നീ ആഖിറത്തിൽ എനിക്ക് എതിരാവില്ല മോളെ എന്ന് പറയും. പച്ച ജീവിതം. ഷെഹറാൻ ഇമാമിനെ കണ്ടങ്ങള്, എൻ്റെ ഭാര്യ കിടത്തപ്പായിൽ തന്നെ ആയപ്പോൾ അവളുടെ കാഷ്ടവും മൂത്രമൊക്കെ ഞാൻ ഈ കൈ കൊണ്ട് വൃത്തിയാക്കും. 1 2 കുറേ കാലം എൻ്റെ ഭാര്യ കിടത്തത്തിൽ തന്നെ ആയപ്പോ എനിക്കൊരു പൂതി, വേറൊരു പെണ്ണിനെ കെട്ടിയാലോ, എനിക്കുണ്ടാവല്ലോ ആഗ്രഹങ്ങൾ. പിന്നെ എനിക്ക് തോന്നി വേണ്ട, കാരണം ഇപ്പൊ എൻ്റെ ഭാര്യക്ക് ശരീരത്തിനെ അസുഖമുള്ളൂ, ഞാൻ വേറൊന്നിനെ കെട്ടിക്കൊണ്ടുവന്നാൽ ഓളം മനസ്സും തളർന്നു, വേണ്ടല്ലേ, പാവത്തിനെ വേദനിപ്പിക്കണ്ടെന്ന്. 2 3 പാതിരാത്രിക്ക് എൻ്റെ മോന് മക്കൾ എണീറ്റ് കരയുകയാണെങ്കിൽ ഞാൻ കരുതൽ എന്താ അറിയോ, ആ കരച്ചിൽ കൂടുമ്പോ എൻ്റെ ഭാര്യൻ്റെ ഉറക്ക് ശല്യാവും, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കുട്ടിനെടുത്ത് അപ്പുറത്തോ ഇപ്പുറത്തൊക്കെ കൊണ്ടുപോയി സുബിഹ് വരെ ആ കുട്ടിനെ ഉറക്കാൻ ഞാൻ ശ്രമിക്കും. എന്താ എൻ്റെ ഉള്ളിലെ ഉദ്ദേശം, എൻ്റെ ഭാര്യ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. ആലോചിച്ച് നോക്കിയേ നിങ്ങള്. പച്ച ജീവിതം ഇതാണ് നമ്മളിലൊക്കെ ഉണ്ടാവേണ്ടത്. പല ആൾക്കാരും 56 66 കൊല്ലം ഒന്നിച്ച് ജീവിച്ചിട്ടും ഉണ്ടാവും, 4 5 മക്കൾ ഉണ്ടായിട്ടും ഉണ്ടാവും. പക്ഷെ ഭാര്യക്കൊരു മര്യാദക്ക് ഒരഭിപ്രായം പറയാൻ തന്നെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിക്ക് കയറിയിട്ട് ചോദിക്കുക, ആയിഷു എന്താ കറി? സുർക്ക. നിഅമൽ ഉദ്മുൽ ഖല്ലു, സുർക്ക ടോപ്പ് കറിയല്ലേ. ആയിഷ ബീവിനെ സമാധാനിപ്പിക്കാനാ പറയണത്. നമ്മളോ എന്താ കറി? മത്തിയോ? എപ്പോഴെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചുകൂടെ? ഇയാൾ 5 കിലോ അയക്കൂറ വാങ്ങിക്കൊടുത്ത് ഡയലോഗ് അടിക്കാൻ ഒന്നും വാങ്ങിക്കൊടുക്കും ചെയ്യില്ല. ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർത്താനം, ആയിഷു ഇന്ന് രാത്രി ഫുൾ ടൈം ഇബാദത്ത് ചെയ്താലോ എന്ന് എനിക്കൊരു പൂതിയുണ്ട്, എന്റെ അഭിപ്രായം എന്താണ്? നബി തങ്ങൾക്ക് എന്തിനാ ഇപ്പൊ ആയിഷ ബീവിയോട് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യം, അതും ഇബാദത്ത് ചെയ്യാന്? അതൊക്കെയാണ് ഒരു കുടുംബ ജീവിതം എന്ന് പറഞ്ഞത്. ഞാൻ ഇന്ന് രാത്രി ഫുൾ ടൈം ഇബാദത്ത് ചെയ്താലോ എന്ന് പൂതിയുണ്ട്, ആയിഷാന്റെ ഒരു അഭിപ്രായം പറയുന്നു. ആ ചെയ്തോ നബി. അപ്പൊ വീടൊക്കെ വരക്കുന്ന സമയത്ത് പ്ലാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെയാണ് ബാത്റൂം ഉദ്ദേശിക്കുന്നത്, 2500 സ്ക്വയർ ഫീറ്റ്, നിന്റെ ഒരു അഭിപ്രായം എന്തെങ്കിലും ഭാര്യയോട് ചോദിച്ചാൽ എത്ര സന്തോഷം ഉണ്ടാവും. ഇത് പ്ലാൻ വരക്കുന്നിടത്തോ അത് വിശദീകരിക്കുന്നിടത്തോ നമ്മൾ രണ്ടാളും ഇരിക്കുമ്പോൾ ഭാര്യയാറ്റം വന്നാൽ എന്താ കാര്യം? വെള്ളം എടുത്തിട്ടോ, വെള്ളം. ഈ ഗുണ്ട സ്റ്റൈലൊക്കെ ഒന്ന് നിർത്തുക. അത് ചില ആൾ അഭിമാനത്തോടെ പറയുകയും ചെയ്യും. എന്താ പറയല്? സദേ ഞാനൊക്കെ വീട്ടിലേക്ക് കയറിയാൽ പിള്ളറൊന്നും പിന്നെ മിണ്ടൂല, അതൊരു പെരുമ്പാമ്പ് കയറിയാലും അങ്ങനെ തന്നെ എല്ലാവരും മിണ്ടൊന്നും ചെയ്യില്ലല്ലോ, അത് വല്ല കാര്യ? നബി തങ്ങൾ വീട്ടിൽ കയറിയ പിള്ളർ എന്താ സ്വീകരിക്കലെന്നൊന്ന് പഠിച്ചു നോക്ക്. ചില ആൾ ഇപ്പം പറയും, ഞാൻ വരാന്തയിലൂടെ നടന്നാൽ പിള്ളർ മുട്ട് വറക്കും. മുത്തുനബിനേക്കാൾ വലിയ ആളൊന്നും ആവാൻ ഒരിക്കലും നോക്കരുത്, ഒരു റിസൾട്ടും ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. മനുഷ്യന്റെ സ്വഭാവം മോശാവുന്നതിനെ കുറിച്ച് തുഹ്ഫത്തുൽ ഇബാദ് എന്ന ഗ്രന്ഥം പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ സ്വഭാവം മോശമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ അതിലൊരു അടയാളം പറയുന്നുണ്ട്. എന്താ അടയാളം എന്നറിയാം? കുടുംബക്കാരെല്ലാവരും ഒന്നിച്ചിരുന്ന് നന്നായി തമാശകൾ പറഞ്ഞ് രസിച്ച് ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വീട്ടുകാരൻ, ഗൃഹനാഥൻ, കാർണോർ, അമ്മാവൻ, ഉപ്പാപ്പ കേറി വരുമ്പോ എല്ലാവരും പേടിച്ചിട്ട് പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇയാളുടെ സ്വഭാവം മോശമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ മലർന്നു കിടക്കുക, കുട്ടികൾ ഇങ്ങനെ വയറിന്റെ മേലെ ഇരുന്ന് കളിക്കുക. 40 നബിയുടെ വ്യാഖ്യാനത്തിൽ ഇമാം ജറദാനി കൊണ്ടുവരുന്ന സംഭവം. അപ്പോഴാണ് ഒരു ഗവർണർ, ഒരു ഉദ്യോഗസ്ഥൻ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരുന്നത്.
അയാൾ ഇത് കണ്ട ഉടനെ ഞെട്ടിപ്പോയി. ഖലീഫന്റെ വയറിന്റെ മേലെ ഇരുന്നിട്ട് കളിക്കാനോ? ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നത്? എന്തുവാടാ ഇത്, ഖലീഫ അല്ലേ? അപ്പൊ ഉമർലാന്റെ കണ്ണ് തുറന്നു. അതെ, എന്താടാ പേടിപ്പിക്കുന്നത്? അല്ല, പിള്ളേർ നിങ്ങളെ ദേഹത്ത് കയറി കളിക്കുക. ഉമർലാൻ അയാൾ വിളിച്ചിട്ട് ഇറങ്ങോട്ടോ, യു ആർ ഡിസ്മിസ്ഡ്, നിന്നെ എന്നെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. കാരണം പിള്ളേരോട് തന്നെ കരുണയില്ല, എന്നിട്ടല്ലേ നാട്ടുകാരോട് വിട്ടോളിയെന്ന്. പക്ഷെ നമ്മൾ ഉമർലാനുവിനെ പറയലെന്നെ എന്താ? വീരശൂര പരാക്രമീൻ. എന്താ അതിന്റെ അർത്ഥം? ഇതൊക്കെ എന്നെ അറിയില്ല അല്ലെ അതിന്റെ അർത്ഥം എന്താന്ന്? അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയും, നിങ്ങൾ ആണുങ്ങളാകുന്നൊക്കെ പുറത്ത്, വീട്ടിലെപ്പോഴും കുട്ടിയായ മതി. വീട്ടു ജോലി ചെയ്യാൻ ഒരാൾക്ക് മടി, ഭയങ്കര മടി. ഗസാലിമാ പറയുന്നുണ്ട്, വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവരാനുള്ള മടിയും കിബറിന്റെ അടയാളാണ്. ഞാനാ മാർക്കറ്റിൽ പോവാനാ, ആകെ 4 ദിവസത്തെ ലീവിന് അബുദാബിന്ന് വന്നേലേ, പച്ചക്കറി വാങ്ങാൻ ഞാൻ പോവാനാ. മൂപ്പർക്ക് മടി. അക്ഷയയിൽ പോവാനാ, ആധാർ കാർഡിലെ തെറ്റ് തിരുത്താൻ കുറെ സമയം ക്യൂ നിൽക്കേണ്ടി വരും, എന്നൊക്കെ ആവില്ല. അല്ല, നീ ആരാന്ന് സംഭവം മനസ്സിലായിട്ടില്ല. ഇങ്ങനെയൊന്നും ചെയ്യൂല ചില ആള്. വീട്ടു ജോലി ചെയ്യേണ്ടിയില്ല, ആൾക്ക് മടിയാണ്. ഗസാലിമാമ 4ാമത്തെ ഒരു അടയാളം പറയുന്നുണ്ട്. അതെന്താ? പണക്കാർ ക്ഷണിച്ചാൽ മൂപ്പര് വേഗം പോകും, പാവപ്പെട്ടവർ വിളിച്ചാൽ പോവില്ല. ഗ്രാൻഡ് മൗലീദൊക്കെ ഉണ്ടെങ്കിൽ പോകും. ചെറിയൊരു മൗലീദ്, ഒരു ഉമ്മാമ വിളിച്ചിട്ട് ഒരു മങ്കോസ് മൗലീദ്, മൂപ്പര് പോവില്ല. പോവില്ല 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 പോവില്ല. വലിയ ഉസ്താദിന്റെ ഒരു മോളെ കല്യാണമാണെങ്കിൽ ഇന്നോവയും ഫോർച്യൂണറും ഒക്കെ ആക്കി റെഡി ആക്കിയിട്ട് പോകും, അടിപൊളിയായിട്ട് പോകും. എന്താ കാരണം? ആ മുതലാളിയുടെ മോളെ കല്യാണം ബഹ്റൈനിൽ ഒന്നിച്ച് ഫ്ലാറ്റിൽ ഉണ്ടായതാണ്, അബുദാബിയിൽ മുസഫയിൽ കൂടെ ഉണ്ടായതാണ്. അതാണ് ആ ബന്ധം. അതേസമയത്ത് 4 വീടപ്പുറത്തുള്ള അയൽവാസിയായ ഒരു പാവം പെണ്ണുങ്ങളുടെ മോളെ കല്യാണം ഉണ്ട്. ഉപ്പയിലെ നേരത്തെ മരിച്ചതാണ്, നാട്ടുകാർ സഹായിച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്. അതിന് പോവോ? അത് നീ പോയാ പോരെ, ഭാര്യനോട് ഒരു 500 കൊടുത്തേ, ഒന്നുമില്ല കാര്യമായിട്ട്, 500 കൊടുത്തേ. അതന്നെ കിബർ എന്ന് പറയും. അതിന്റെ തിരിച്ചുള്ള വേർഷനും ഉണ്ട് കേട്ടോ. തിരിച്ചെന്ന് പറഞ്ഞാല് അൽ കൗകബു ഷാഹിക്ക് ഫിൽ ഫർഖി ബൈനൽ മുരീദി സ്വാദിഖി വ ഗൈരി സ്വാദിഖ് എന്നൊരു കിതാബുണ്ട് ഷഹറാനി മാമൻ. ഷഹറാനി മാമൻ എന്ത് കിതാബ് ഇല്ലാത്തത്, എന്ത് കിതാബ് ഇല്ലാത്തത്. അള്ളാഹു അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കട്ടെ.